ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ തൃശ്ശൂർ ജില്ലയിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിലെ പൂരമഹോത്സവം ഈ വർഷം ജനുവരി 14 ഞായറാഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്പല്ലൂർ മുതൽ വേലുപ്പാടം വരെയുള്ള 20 പൂര സെറ്റുകളിൽ നിന്ന് വരുന്ന ഗജവീരന്മാരെ 20 ഗജവീരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പൂരം ആഘോഷിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി ജനുവരി 8 ക്ഷേത്രയോഗത്തിൻ്റെ തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര കൊടിയുയർത്തിയതോടുകൂടി അതിൻ്റെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. അന്നു മുതൽ തന്നെ ക്ഷേത്രയോഗത്തിൻ്റെ മേൽശാന്തി CR വത്സൻ ശാന്തിയുടെ നേതൃത്വത്തിൽ താന്ത്രിക പൂജകളും ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ വിവിധ ആഘോഷ കലാപരിപാടികളും വിവിധ പൂരസെറ്റുകളുടെയും മറ്റു നൃത്തവിദ്യാലയങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതാണ്. ഈ 20 പൂരസെറ്റുകളിലെയും നേതൃത്വത്തിൽ നടക്കുന്ന ഏകദേശം 1200 ക്ഷേത്രയോഗ മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിൻ്റെ ഈ ആഘോഷം ഒരു മതേതര സാംസ്കാരിക ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. മതഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും അതുപോലെ നാട്ടുകാരും പങ്കെടുക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി ജനുവരി 13-ാം തീയതി വൈകിട്ട് 20 ഗജവീരന്മാരെ അണിയിക്കുന്ന ചമയങ്ങൾ ഉൾപ്പെടെ ഒരു ചമയ പ്രദർശനം വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ ക്ഷേത്രത്തിൻ്റെ KG ഹാളിൽ നടത്തപ്പെടുന്നു. അതിനുശേഷം അന്ന് തന്നെ വൈകിട്ട് 7:30 പള്ളിവേട്ടയും പഞ്ചവാദ്യത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പും നടത്തപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലുള്ള താന്ത്രിക പൂജകൾക്ക് ശേഷം 8 മണിയോടുകൂടി പഞ്ചാരി മേളത്തോടു കൂടിയുള്ള 20 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള എഴുന്നള്ളിപ്പും നടത്തപ്പെടുന്നു. അതിൻ്റെ ആഘോഷങ്ങൾക്ക് വാദ്യ കുലപതിയും ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണിയുമായ കിഴക്കൂട്ട് അന്യന്മാരുടെ നേതൃത്വത്തിൽ പൂക്കോട് കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിലെ കലാകാരന്മാർ അണിനിരന്നുകൊണ്ടുള്ള വാദ്യമേളങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് അതിനുശേഷം 11 മണിക്ക് അവസാനിക്കുന്ന പൂരത്തിന് ശേഷം വിവിധ പൂരസെറ്റുകളുടെ നേതൃത്വത്തിലുള്ള കാവടിയും തെയ്യം തിറ ഉൾപ്പെടെയുള്ള വിവിധ ആഘോഷങ്ങളും ഉച്ചയ്ക്ക് 1 മണി വരെ നടത്തപ്പെടുന്നുണ്ട്. ഇതിന് ശേഷം സാംബവരുടെ നേതൃത്വത്തിൽ നമ്മുടെ നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിലുള്ള വേലവരവ് എന്ന ഒരു പരിപാടി കൂടി ഇതോടൊപ്പം നടത്തപ്പെടുന്നു. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന 3 മണി മുതൽ വൈകിട്ട് 5:30 വരെ വീണ്ടും പൂരം ആരംഭിക്കുകയും 20 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പൂരം ആരംഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വൈകിട്ട് ഈ സാംബവരുടെ നേതൃത്വത്തിലുള്ള വേലവരവ് വൈകിട്ട് വീണ്ടും ക്ഷേത്രാങ്കണത്തിൽ കയറുകയും അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം കരിമരുന്ന് പ്രയോഗവും ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നതാണ്. വൈകിട്ട് വിവിധ പൂരസെറ്റുകളിൽ നിന്ന് പൂരങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. 1:10 വിവിധ പൂരസെറ്റുകളിൽ നിന്ന് നേരത്തെ ആരംഭിക്കുന്ന 20 പൂരസെറ്റുകളുടെ പൂരം 1:10 മുതൽ ക്ഷേത്രാങ്കണത്തിൽ വിവിധ ആഘോഷങ്ങളോടെ പൂരവും വിവിധ കാവടി ഉൾപ്പെടെയുള്ള തിറ തെയ്യം തുടങ്ങിയ നാദസ്വരം അതുപോലെ മറ്റു പരിപാടികളോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ 1:10 മുതൽ 3:30 വരെ എത്തിച്ചേരുകയും 4 മണിക്ക് വീണ്ടും കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കുകയും ചെയ്യുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ആറാട്ടോടു കൂടിയാണ്. അതുപോലെ സാംബവരുടെ വീണ്ടും സംഭവ നൃത്തം അവിടെ അവതരിപ്പിക്കുകയും അതിനുശേഷം വിത്തിറക്കലോടുകൂടി അവരുടെ പരിപാടികൾ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് പൂരത്തിൻ്റെ പൊതുവായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം വരാക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിൽ 25 വർഷമായി പ്രവർത്തിക്കുന്ന ഗുരുദേവ പബ്ലിക് സ്കൂൾ എന്ന ഒരു സ്ഥാപനവും അതുപോലെ മാതൃസമിതിയും വിജനസമിതി ഉൾപ്പെടെ ക്ഷേത്രത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെയാണ്, എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെയാണ്, നാട്ടുകാരുടെയും വിവിധ മതസ്ഥരായ ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് പൂരം വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് എല്ലാ നല്ലവരായ നാട്ടുകാരെയും സ്നേഹത്തോടു കൂടി വരാക്കര ഭഗവതി ക്ഷേത്രയോഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട്